ഷഫീദ്. ഗുഡ് മോർണിംഗ് ഷഫീദ്. യഥാർത്ഥത്തിൽ ഈ പിതാവിന് ഇതൊരു കൊലപാതകമാണെന്നാണോ സംശയം? അതൊരു പിതാവിൻ്റെ ഈ വല്ലാത്തൊരു സാഹചര്യത്തിലുള്ള ഒരു വിഷമകരമായ അവസ്ഥയിൽ പറയുന്നതാണോ, അതോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടോ തെളിവോടെ? ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ആരോപണം അത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും എസ്കേൻ അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഈ 15-ാം തീയതി രാവിലെ 8:30 ഈ കുട്ടിയുമായി അമ്മുവുമായി അച്ഛൻ സജീവൻ സംസാരിച്ചിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ചില വൈകാരികമായിട്ടടക്കമുള്ള സംശയങ്ങൾ അത് കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു പഠിക്കാൻ വേണ്ടി വിട്ട കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി. ആ സാഹചര്യത്തിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പോലീസും പറഞ്ഞത് കുടുംബത്തിന് അങ്ങനെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ആക്ഷേപത്തിന്മേൽ അന്വേഷണം നടത്തി എല്ലാ ദുരൂഹതകളും മാറ്റുക എന്നുള്ളതാണ്, പോലീസ് അന്വേഷണം കൊണ്ട് ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കുട്ടി ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അന്നേ ദിവസം പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, ഹോസ്റ്റലിനെ കേന്ദ്രീകരിച്ചാണ് ആ കുടുംബം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതായത് അന്ന് വൈകിട്ട് പലതവണ അമ്മുവിനെ കോൺടാക്ട് ചെയ്യാൻ ഹോസ്റ്റലിലേക്ക് പിതാവ് വിളിച്ചു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിൽ കുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹോസ്റ്റൽ അധികൃതർ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് കുട്ടി മുകളിലേക്ക് പോയെന്ന് പറഞ്ഞു, പിന്നീട് കുട്ടി തുണിയെടുക്കാൻ പോയെന്ന് പറഞ്ഞു, മൂന്നാമത് കുട്ടി കാല് തെറ്റി ചെറുതായി ഒന്ന് വീണെന്ന് പറഞ്ഞു. അത് രണ്ടാമത്തെ സംശയം. ഇനി മൂന്നാമത്തെ സംശയം, ഈ സംഭവം നടക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് 10 മിനിറ്റാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്കുള്ള ദൂരം. ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് വൈകി? 1 മണിക്കൂറോളം സമയമെടുത്തു. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോഴും ഈ കുടുംബത്തിന് കൃത്യമായി മെഡിക്കൽ ടൈം അറിയാം. അതായത് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയായിരുന്നു ഈ അമ്മുവിൻ്റെ അമ്മ. അപ്പോൾ ആ കുടുംബത്തിന് കൃത്യമായി മെഡിക്കൽ പർപ്പസുകൾ, മെഡിക്കൽ ടൈമൊക്കെ അറിയാം. അപ്പോൾ ഈ പത്തനംതിട്ട ആശുപത്രിയിൽ നിന്ന് ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഒരു നല്ല സൗകര്യമുള്ള ആംബുലൻസ് അസിസ്റ്റൻസ് കൊടുത്തില്ല. മാത്രമല്ല ഈ വരുന്ന വഴിയിൽ, അത് നമ്മൾ ഈ പറയുന്ന അടൂരാണെങ്കിലും കൊട്ടാരക്കരയാണെങ്കിലും ആയൂർ, കിളിമാനൂർ, അങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ വലിയ ആശുപത്രികളുണ്ട്. പക്ഷേ ആ ആശുപത്രികളിലൊന്നും ചികിത്സയ്ക്ക് എത്തിച്ചില്ല. പകരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്നുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ അത്രയും സമയമെടുത്തു. പത്തനംതിട്ടയിൽ നിന്ന് 70 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയില്ല എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. മാത്രമല്ല സഹപാഠികളായ 3 കുട്ടികൾക്കെതിരെ നേരത്തെ പിതാവ് പരാതി നൽകിയതാണ്. പക്ഷേ കോളേജ് അധികൃതർ ആ കുട്ടികളെ സംരക്ഷിച്ചു. ഈ പിതാവിൻ്റെ പരാതിയിലടക്കം വേണ്ട നടപടികളോ അന്വേഷണമോ നടത്തിയില്ല. ഈ ലോഗ് ബുക്ക് കാണാതായ സംഭവം അടക്കം നമുക്കറിയാം. എന്നിട്ടും ആ ലോഗ് ബുക്ക് കാണാതായ സംഭവത്തിൽ ആരോപണ വിധേയരായ കുട്ടികളെ കൊണ്ട് തന്നെ അമ്മുവിൻ്റെ മുറിയിൽ പരിശോധന നടത്തി. അങ്ങനെ അടക്കം അമ്മുവിനെ മാനസികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പിതാവിൻ്റെ ആരോപണം. മാത്രമല്ല ഇന്നിപ്പോൾ പിതാവ് പുതുതായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള, അമ്മു വീണ് കിടന്നപ്പോഴുള്ള ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് പിന്നീട് കൈമാറാം. ആ ഫോട്ടോഗ്രാഫ്സിലടക്കം ആ കുട്ടി അങ്ങനെ വീണു, അതായത് ഉയരത്തിൽ നിന്ന് വീണു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളില്ല എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അമ്മുവിന് നീതി ഉറപ്പാക്കണമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. കുടുംബത്തിന് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് മുൻപ് തർക്കമുണ്ടായി, വിഷയമുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ആ വിഷയത്തിൽ കോളേജ് അധികൃതർ മൗനം പാലിച്ചു. ഹോസ്റ്റലിൽ കുറ്റകരമായ ഒരു മൗനമുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം ന്യായവുമാണ്. സ്കേൻ ഷഫീദ്, ഈ ഹോസ്റ്റൽ അധികാരികളുമായിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലായിട്ടോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അവരുടെ നിലപാട്, ഈ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? എസ്കേൻ, ഈ പ്രിൻസിപ്പളുമായി നമ്മൾ പത്തനംതിട്ട ബ്യൂറോ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ പലതരത്തിലുള്ള സംശയങ്ങൾ, ഈ കുടുംബം ആരോപിക്കുന്ന സംശയങ്ങൾ നമ്മളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംശയാസ്പദമായ രീതിയിൽ പല സംഭവങ്ങൾ കോളേജിൽ ഉണ്ടായിട്ടും എന്തേ ഈ വിഷയം കൃത്യമായ മാതാപിതാക്കളുടെ അടക്കം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അതിനൊരു പരിഹാരം കാണാൻ കോളേജിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ കോളേജിലെ പ്രിൻസിപ്പൽ തന്നെ ഈ അമ്മുവിൻ്റെ പിതാവിനോട് വിളിച്ച് പറഞ്ഞത് തൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പിതാവ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളിൽ ഒന്ന് ഈ പ്രിൻസിപ്പലിനെതിരെ കൂടിയാണ്. ആരോപണം പ്രിൻസിപ്പൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ പ്രശ്നപരിഹാരത്തിന്, കോളേജിലുണ്ടായിട്ടുള്ള ആ പ്രശ്നപരിഹാരത്തിന് എന്തുകൊണ്ട് കോളേജ് അധികൃതർ, അധ്യാപകർ, പ്രിൻസിപ്പൽ എന്നിവർ ശ്രമിച്ചില്ല? മാത്രമല്ല ഈ അമ്മുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ച ദിവസം ഈ സഹപാഠികളായ കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് പ്രിൻസിപ്പൽ തടഞ്ഞു എന്നുള്ള ഒരു ഗുരുതര ആരോപണം കൂടി അമ്മുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹോസ്റ്റൽ വാർഡനുമായും നമ്മുടെ പത്തനംതിട്ട പ്രതിനിധി ജയശങ്കർ ബന്ധപ്പെട്ടു. മാത്രമല്ല പോലീസുമായും ജയശങ്കർ കൃത്യമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന മറുപടി, ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി പറയാൻ ഹോസ്റ്റൽ അധികൃതർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ട എനിക്ക് പരിചയമുള്ള ഒരു നാട് കൂടിയാണ് എസ്കേൻ. അവിടെ നമ്മൾ ഈ പറയുന്ന കൃത്യമായി പറഞ്ഞ ഹോസ്റ്റലിൽ നിന്നും പത്തനംതിട്ട ആശുപത്രിയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് 45 മിനിറ്റിലധികം സമയം വൈകൽ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ സംഭവിച്ചു. അവിടെ, അതായത് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മുവിന്
വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വീഴ്ച ഒപ്പം വന്നവർക്ക് പറ്റിയത് ഉറപ്പായും ഹോസ്റ്റൽ അധികൃതർ തന്നെയാണ്. പ്രത്യേകിച്ച് 70 കിലോമീറ്റർ അപ്പുറത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാതെ 110 കിലോമീറ്ററിലധികം ദൂരമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഇടയ്ക്കുള്ള ദൂരങ്ങളിൽ ആശുപത്രിയിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഹെൽത്ത് സ്റ്റേജ് ക്രിറ്റിക്കലാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാനും ഒപ്പം ഉണ്ടായിരുന്നവർ ശ്രമിച്ചില്ല. അപ്പോൾ അതൊരു ലാഘവത്വത്തിൽ ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ കുടുംബത്തിനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഹോസ്റ്റൽ അധികൃതർ മറുപടി പറയണം. ഇവിടെയൊന്നും കൃത്യമായ ഒരു മറുപടി ഇല്ല. ഇന്നും നമ്മൾ മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയ്തത് ഈ 14-ാം തീയതി 15-ാം തീയതിയാണ് അമ്മുവിൻ്റെ മരണം അപകടത്തിൽ സംഭവിക്കുന്നത്. 14-ാം തീയതി പിങ്കു പോലീസ് പത്തനംതിട്ട SP-യുടെ പ്രത്യേക നിർദ്ദേശാനുസരണം നഗരത്തിനുള്ളിലെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി റൗണ്ട്സ് നടത്തിയിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലെ വിഷയം അപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. അതടക്കം ഒരു കുറ്റകരമായിട്ടുള്ള വീഴ്ച എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാം. SK. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. എന്തായാലും ഈ അമ്മുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ മാറ്റാൻ അധികാരികൾ തയ്യാറാവുക തന്നെ വേണം. കാരണം ഒരു കുട്ടിയെ പഠിക്കാൻ അയച്ചിട്ട് ആ കുട്ടി ജീവനോടെ മടങ്ങി വരുന്നില്ല എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അതിൻ്റെ വേദന ഏറ്റവും അറിയാൻ കഴിയുക. ആ വേദന നമുക്കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിലെ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. ആരെങ്കിലും ഇതിൽ കുറ്റവാളികളാണെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തുകയും വേണം.